ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിദാസ് വ്യൂ. ഇന്ന് നമ്മൾ ഈ ഡിസൈനാണ് സാരിയിൽ ചെയ്യാൻ പോണത്. അപ്പോൾ ഞാനൊരു പേപ്പറിൽ ഇതൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. 3 ഫ്ലവറും ലീഫും ആയിട്ടുള്ളൊരു ഡിസൈനാണ്. ഇത് നമുക്ക് സാരിയിലേക്ക് ട്രേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോറസ് പേപ്പർ വെച്ചിട്ട് വേണം ട്രേസ് ചെയ്യാനായിട്ട്. ഈ യെല്ലോ ഷെയ്ഡ് വരുന്ന ഭാഗം താഴെ ഭാഗത്തേക്ക് വെച്ചിട്ട് ഇതിന് മുകളിലായിട്ട് നമ്മൾ ഡിസൈൻ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് വരച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മളുടെ സാരിയിലേക്ക് ഇത് പതിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. പിന്നെ ഇതിൻ്റെ പൈപ്പിംഗ് പോലെ ഞാൻ ചെയ്യാനായിട്ട് ഈ സാരിയിൽ എടുത്തിരിക്കുന്നത് പോം ലേസാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ലേസ് വെച്ചിട്ട് നമുക്ക് പൈപ്പിങ്ങിന് പകരമായിട്ട് വേണമെങ്കിൽ സാരിയിൽ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അത് മീറ്ററായിട്ട് നമുക്ക് മുറിച്ച് മേടിക്കാനായിട്ട് കിട്ടും ഇതുപോലുള്ള ലേസ്. ഓരോ ഡിസൈനും തമ്മിലുള്ള അകലെടുത്തിരിക്കുന്നത് 1.5 ഇഞ്ച് വീതമാണ് കേട്ടോ. വളരെ അടുത്തടുത്തായിട്ടാണ് ഈ ഡിസൈൻ വന്നിരിക്കുന്നത്. ഓരോ സെറ്റായിട്ടുള്ള 3 ഫ്ലവർ വീതമുള്ള ഒരു സെറ്റായിട്ടുള്ള ഡിസൈനാണ്. ഈ 2 കളർ ത്രെഡ് വെച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ സാരിയിലേക്ക് വരച്ചെടുത്തേക്കുന്ന ഡിസൈൻ. 6 ഫ്ലവർ സെറ്റാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇതുപോലെ സാറ്റിൻ സ്റ്റിച്ച് ചെയ്തിട്ട് ഫ്ലവർ കംപ്ലീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു സ്ട്രാൻഡ്സിലാണ് 1 സ്ട്രാൻഡ്സിലാണ് ത്രെഡ് എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ മിഡിലായിട്ട് ഇതുപോലെ ഒന്ന് താഴേക്ക് ഇറക്കി കൊടുക്കണം കേട്ടോ. മിഡിലായിട്ട് പെറ്റലിൻ്റെ എൻഡിലായിട്ട് ആദ്യം മുകളിലോട്ട് എടുത്തിട്ട് പിന്നെ പെറ്റലിൻ്റെ സ്റ്റാർട്ടിങ്ങിലായിട്ട് താഴെ ഭാഗത്തേക്ക് ഇറക്കി കൊടുക്കുക. വീണ്ടും പെറ്റലിൻ്റെ എൻഡിലായിട്ട് വീണ്ടും മുകൾ ഭാഗത്തേക്ക് എടുത്തു ഇവിടെയായിട്ട് താഴെ ഭാഗത്തേക്ക് ഇറക്കി കൊടുക്കുകയാണ്. അപ്പോൾ സാറ്റിൻ സ്റ്റിച്ച് വെച്ചിട്ടാണ് നമ്മൾ ഈ ഫ്ലവർ ഡിസൈൻ ചെയ്യണത്. ഇതുപോലെ നമ്മൾ 3 ഫ്ലവറും ചെയ്തെടുക്കണം കേട്ടോ. 3 ഫ്ലവറും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡ് കാണിച്ചു തരാം. ബാക്ക് സൈഡിലാവുമ്പോൾ ഓരോ ഫ്ലവർ കഴിയുമ്പോഴും നമ്മൾ കെട്ടിട്ട് കൊടുക്കണം. ഒരു ഫ്ലവർ കഴിഞ്ഞാൽ അടുത്ത ഫ്ലവറിലേക്കായിട്ട് നൂല് വലിക്കരുത് കേട്ടോ. നൂല് വലിച്ചാൽ അത് നല്ല ഭാഗത്ത് കാണും. അതുകൊണ്ട് ഓരോ ഫ്ലവർ കഴിഞ്ഞാലും നമ്മൾ ഇതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കണം. ഇനി ചെയ്യേണ്ടത് 2 സ്ട്രാൻഡ്സിൽ ത്രെഡ് എടുത്തിട്ട് ഈ ഫ്ലവറിൻ്റെ മിഡിലായിട്ട് ഫ്രഞ്ച് നോട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനൊരു ഗ്രീൻ കളർ ത്രെഡാണ് അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. 3 പ്രാവശ്യമാണ് നമ്മൾ നീഡിലിൽ ചുറ്റിയെടുക്കുന്നത്. ഇവിടെ ഒരു സ്റ്റെമ്മ് കൊടുത്തിട്ടുണ്ട്. അതാണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ 2 സ്ട്രാൻഡ്സിൽ തന്നെ നമ്മൾ ത്രെഡ് എടുത്തിട്ട് താഴെ നിന്ന് മുകൾ ഭാഗത്തേക്ക് ഇതുപോലെ എടുക്കുകയാണ്. കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് താഴെ ഭാഗത്തേക്ക് തന്നെ ഇറക്കി കൊടുക്കുക. ഇനി നെക്സ്റ്റ് എടുക്കുമ്പോൾ ഇതിൻ്റെ മിഡിലായിട്ട് വേണം മുകൾ ഭാഗത്തേക്ക് നീഡിലെടുക്കാനായിട്ട് ഇതുപോലെ. എന്നിട്ട് നേരത്തെ എടുത്ത പോലെ തന്നെ കുറച്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം താഴേക്ക് ഇറക്കി കൊടുക്കുക. വീണ്ടും നമ്മൾ എടുക്കുന്നത് ഇപ്പോൾ ചെയ്തതിൻ്റെ മിഡിൽ ഭാഗത്തായിട്ടാണ്. അപ്പോൾ ഇതേ രീതിയിലാണ് നമ്മൾ സ്റ്റെം കംപ്ലീറ്റ് ചെയ്യണത്. ചെയിൻ സ്റ്റിച്ച് പോലെ തന്നെയാണ് ചെയ്യണത്, പക്ഷെ ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഇവിടെ നമുക്ക് കുറച്ച് ഇതുപോലുള്ള ലീഫ് പോലെ ചെയ്തെടുക്കണം. അതും സാറ്റിൻ സ്റ്റിച്ച് വെച്ചിട്ട് തന്നെയാണ് ചെയ്യണത്. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ മാർക്ക് ചെയ്ത ഡിസൈനിൽ മാർക്ക് ചെയ്ത ആ ഭാഗങ്ങളിലെല്ലാം ഇതുപോലുള്ള സ്റ്റെംസ് കൊടുക്കുക. അതിനുശേഷം ലീഫും കൂടി ചെയ്തെടുക്കണം. ലീഫ് വരച്ചതിൻ്റെ എൻഡിലായിട്ട് മുകൾ ഭാഗത്തേക്ക് എടുത്തു അതിൻ്റെ മിഡിലായിട്ട് താഴേക്ക് ഇറക്കി കൊടുക്കുക. ഇനി ഈ ഭാഗത്തുനിന്ന് മുകൾ ഭാഗത്തേക്ക് എടുത്തിട്ട് ഇവിടെയായിട്ട് താഴേക്ക് ഇറക്കുകയാണ്. ആ സമയത്ത് ത്രെഡ് ഇതുപോലെ പിടിച്ചിട്ട് ഇവിടെയായിട്ട് നമ്മൾ മുകൾ ഭാഗത്തേക്ക് എടുക്കുകയാണ് കേട്ടോ. നീഡിൽ വലിച്ചെടുക്കുക. ഇനി ഇവിടെ ഫിക്സ് ചെയ്യാനായിട്ട് ഇവിടെ താഴേക്ക് ഇറക്കി കൊടുക്കുക. ഫിഷ് ബോൺ സ്റ്റിച്ചാണ് ഇവിടെ ചെയ്യണത്. വീണ്ടും ഈ സൈഡിൽ നിന്ന് ഒരു പ്രാവശ്യം എടുത്തിട്ട് ഈ സൈഡിലേക്ക് താഴോട്ട് ഇറക്കുക. എന്നിട്ട് ഇതിൻ്റെ നേരത്തെ എടുത്തതിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഇവിടുന്ന് നീഡിൽ മുകൾ ഭാഗത്തേക്ക് വലിച്ചെടുക്കുകയാണ്. ഇവിടെ ഫിക്സ് ചെയ്യാനായിട്ട് വീണ്ടും നമ്മൾ താഴെ ഭാഗത്തേക്ക് ഇറക്കി കൊടുക്കുക. 2 സ്റ്റിച്ച് ഇതുപോലെ കൊടുത്താൽ മതി.
അപ്പോൾ നമ്മളുടെ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സിമ്പിളാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലുള്ള വീഡിയോസൊക്കെ ലഭിക്കാനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്